إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഹജ്ജ് 45-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം. മുൻ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻ സമുദായങ്ങളിൽ പലരും അല്ലാഹുവിനോട് അതിക്രമം പ്രവർത്തിച്ചപ്പോൾ അവരെ പിടികൂടി ശിക്ഷിക്കുകയുണ്ടായി. ആ ശിക്ഷയ്ക്ക് ശേഷം അവരുടെ അവസ്ഥ എന്താണ് ആ നാടുകളിലൊക്കെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിത്രീകരിച്ചു തരികയാണ്. എത്രയെത്ര നാടുകളാണ് അതുപോലെ അതിനെ നാം നശിപ്പിക്കുകയുണ്ടായി. അവകളൊക്കെയും അത് അക്രമിയായിരിക്കെ നാം അവരെയൊക്കെയും നശിപ്പിച്ചു. അപ്പോൾ അത് അതിന്റെ മേൽക്കൂരയോടുകൂടി അത് വീണടിഞ്ഞു കിടക്കുകയാണ്. ഒരു പന്തൽ പൊട്ടിപ്പൊളിഞ്ഞ് വീഴുന്നത് പോലെ അവർ കെട്ടിയുയർത്തിയ മാളികകളും വീടുകളും സൗധങ്ങളുമെല്ലാം അതൊക്കെ തകർന്നടിഞ്ഞ് വീണ് കിടക്കുകയാണ്. അതിന്റെ മേൽക്കൂരയോടുകൂടി അത് വീണടിഞ്ഞ് കിടക്കുകയാണ്. കിണറുകളും ഉപയോഗശൂന്യമായ, ആരും വെള്ളം കുടിക്കാനില്ലാതെ ഉപയോഗശൂന്യമായ കിണറുകൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പലതരം മണിമാളിക മേടകളും കാണാൻ കഴിയും. മഷീദിൽ അവർ കെട്ടിയുയർത്തിയ ഒരുപാട് മണിമാളിക മേടകൾ, അതിലൊന്നും ആൾ താമസമില്ല, താമസിക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയാണ്, ശൂന്യമായി കിടക്കുകയാണ്. അതിന്റെ ഭീകരത കൃത്യമായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തരികയാണ്. നോക്കൂ നിങ്ങൾ, ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, അതുപോലെ ഉപയോഗശൂന്യമായ കിണറുകളും, അതുപോലെ പലതരം ബിൽഡിങ്ങുകളും കൃഷിയിടങ്ങളും അതിന്റെ മേൽക്കൂരയോടുകൂടി തകർന്നടിഞ്ഞു വീണ് കിടക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥയുണ്ടാകുക ശുദ്ധശൂന്യമായിരിക്കും. അവിടെ പിന്നെ ജനവാസയോഗ്യമായിരിക്കില്ല. അത്രയും നോക്കൂ നിങ്ങൾ, ആ രൂപത്തിൽ അല്ലാഹു അതിനെ മൂടോടെ നശിപ്പിക്കുന്നതാണ്. ഇതൊരു ശക്തമായ തക്കീതാണ്. നിങ്ങൾ മടങ്ങണം, നിങ്ങൾ തെറ്റുതിരുത്തണം എന്നുള്ള അല്ലാഹുവിന്റെ അപാരമായ കാരുണ്യത്തിന്റെ തക്കീതാണിത്. നോക്കൂ നിങ്ങൾ, ഇതാണ് നാം ഉൾക്കൊള്ളേണ്ടതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുകൊണ്ട് നാമും കൃത്യമായി നല്ലൊരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന സദുപദേശം. ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.